ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഒരു കസ്റ്റമർക്ക് സ്റ്റിച്ച് ചെയ്തൊരു ബ്ലൗസിൽ വർക്ക് ചെയ്ത് കൊടുക്കാമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ബ്ലൗസ് കാണിക്കാം. ഇതാണ് ബ്ലൗസ് ഓൾറെഡി സ്റ്റിച്ച്ഡ് ആണ്. പ്രിൻസസ് കട്ട് പാറ്റേൺ ആണ്. പിന്നെ സ്ലീവ്സ് പഫിറ്റ് ബാൻഡ് ആണ്. അപ്പം നമുക്ക് പഫിന്റെ ബാൻഡില്, സ്ലീവ്സിന്റെ ബാൻഡിലും നെക്ക് പോർഷനിലും മാത്രമായിട്ട് വർക്ക് ചെയ്ത് കൊടുത്താൽ മതി എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ സാധാരണ വർക്ക് ചെയ്യുന്നത് ഫ്രെയിമിലിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഇത് പറ്റത്തില്ല, ഓൾറെഡി സ്റ്റിച്ചഡ് ആയതുകൊണ്ട്. അതുകൊണ്ട് ഇതിന്റെ സ്ലീവ്സിന്റെ ഈ ബാൻഡിന്റെ ഈ ഒരു പോർഷൻ റിമൂവ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓൾറെഡി ഞാനിത് റിമൂവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് എന്നിട്ട് സൂചിയും നൂലും യൂസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യാനേ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഞാൻ കാണിച്ചു തരാം. ഇത് കട്ട് ബീഡ്സിന്റെ ചെറുതും കുറച്ചുകൂടെ വലുതും പിന്നെ കുറച്ച് ഷുഗർ ബീഡ്സും, ഈ 4 മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ സ്ലീവ്സിന്റെ ഈ ബാൻഡിന്റെ എൻഡ് പോർഷനിലായിട്ട് കട്ട് ബീഡ്സ് കൊണ്ട് വർക്ക് കൊടുക്കുകയാണ്. അപ്പൊ ആദ്യം തന്നെ സൂചി നൂല് കോർത്ത് വരച്ചെടുത്തിട്ട് 3 കട്ട് ബീഡ്സ് ആദ്യം എടുത്ത് കോർക്കുക. 3 കട്ട് ബീഡ്സ് എടുത്ത് കോർത്തിട്ട് ഈ ഒരു 3 കട്ട് ബീഡ്സ് എൻഡിന്റെ അവിടെ കുത്തി ഒരു ഹാഫിലേക്ക് കുത്തി വലിച്ചിട്ട് ഈ 2 കട്ട് ബീഡ്സിന്റെ ഇടയിലേക്ക് കോർത്തെടുക്കണം. 2 കട്ട് ബീഡ്സിന്റെ ഇടയിലേക്ക് കോർത്തെടുക്കുമ്പോൾ ആ കട്ട് ബീഡ്സ് ടൈറ്റ് ആയിട്ട് നിൽക്കും. അത് ടൈറ്റ് ആകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ വീണ്ടും അതേ രീതി തന്നെ ഫോളോ ചെയ്യാം. 3 കട്ട് ബീഡ്സ് എടുത്ത് കോർത്ത് അതിൻ്റെ എൻഡിൽ കുത്തി ഹാഫ് വൺ എടുത്ത് വലിച്ച് ഈ 2 കട്ട് ബീഡ്സിൻ്റെ ഇടയിൽ കൂടെ ടൈറ്റ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ടൈറ്റ് ആയിട്ട് കട്ട് ബീഡ്സ് ഇരിക്കും. നമ്മൾ നോർമൽ വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയല്ല, ഇതിപ്പോ സ്റ്റിച്ച് ചെയ്തതായതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മള് ബാൻഡിന്റെ എൻഡില് 1 ലെയർ കട്ട് ബീഡ്സ് ഇട്ട്, ഇനി അടുത്തത് കസ്റ്റമർ നമ്മുടെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിമ്പിൾ ആയിട്ടുള്ള വർക്ക് മതിയെന്ന്. അടുത്തത് ഇതില് സൈസ് കൂടിയ വലിയ കട്ട് ബീഡ്സ് എടുത്തിട്ട് 2 കട്ട് ബീഡ്സ് എടുക്കും. 2 കട്ട് ബീഡ്സ് എടുത്ത് നൂല് കോർത്ത് അതിൽ ഒരു കട്ട് ബീഡ്സിന്റെ ആ ഒരു ലെങ്തില് മാറ്റി കുത്തി വലിച്ച് ഈ സെന്ററിലേക്ക് സൂചി വലിച്ച് ഈ കട്ട് ബീഡ്സിന്റെ ഇടയിൽ കൂടെ നൂല് വലിച്ച് ഷുഗർ ബീഡ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഷുഗർ ബീഡ്സ് എടുത്ത് അത് കുത്തി വലിച്ച് ഈ ഒരു ഡിസൈൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. കസ്റ്റമർ ആദ്യമേ പറഞ്ഞിരുന്നു സിമ്പിൾ വർക്ക് മതി, സ്റ്റോൺസ് ആഡ് ചെയ്യണമെന്ന്. അതുകൊണ്ട് തന്നെ ബാൻഡിൽ നമ്മൾ സ്റ്റോൺ വർക്കാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.